UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ കേരളം ഭരിക്കും. ഈ ഒരു കേന്ദ്ര സന്ദേശം മുൻനിർത്തിയായിരിക്കും CPM നയിക്കുന്ന ഇടതുമുന്നണി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ കേന്ദ്ര സന്ദേശത്തിന്റെ ആദ്യ പ്രഖ്യാപനമായിരുന്നു 2024 ഒക്ടോബർ ആദ്യം കൈസൻ എന്ന PR ഏജൻസി ഏർപ്പാടാക്കിയതിനെ തുടർന്ന് ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്റർവ്യൂ. അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചും അതേപോലെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ്. തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തി. അതായത് മലപ്പുറം പ്രത്യേക രാജ്യമാണ് എന്ന നിലയിൽ. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ചാനൽ അഭിമുഖത്തിലെ പ്രസ്താവന, അതും വിരൽ ചൂണ്ടുന്നത് ജമാഅത്തെ ഇസ്ലാമി ഭീഷണിയെ കുറിച്ചിട്ടാണ്. അതിനുശേഷം ആഗോള അയ്യപ്പ സംഗമം. ഇക്കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതരാഷ്ട്രവാദക്കാരെ കുറിച്ചുള്ള പരാമർശവും നടത്തി. ആ ചങ്ങലയിലെ ഏറ്റവും ഒടുവിലത്തെ അമിട്ട് പൊട്ടിക്കലാണ് AK ബാലന്റെ പ്രസ്താവന. അതായത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നുള്ളത്. ഇത് തന്നെയല്ലേ BJPയുടെ നറേറ്റീവ് എന്ന് ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും പുരോഗമനക്കാരുമല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് സംശയം.